ഫസ്റ്റ് ഓഫ് ഓൾ ചേട്ടൻ, ഞാനത് മാതൃഭൂമിക്ക് കൊടുത്ത ഇൻ്റർവ്യൂ അല്ല. എൻ്റെ അടുത്ത സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് പോയപ്പോൾ അവരെടുത്ത ഇൻ്റർവ്യൂവിൽ നിന്ന് അവർ കട്ട് ചെയ്തിട്ടതാണ്. അതിന് മാതൃഭൂമിക്ക് ഞാൻ കൊടുത്ത ഇൻ്റർവ്യൂ. അതില്ലേ മാതൃഭൂമിയിൽ ചേട്ടൻ വായിച്ചായിരുന്നോ? അതാണ് അപ്പൊ ഈ കുട്ടികൾ ഭയങ്കര അസാധ്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ കുട്ടികളായിട്ട് എങ്ങനെയാണ് ഈ കണക്ഷൻ വന്നത്? എങ്ങനെയാണ് ഒരുമിച്ച് ചെയ്യുന്ന സമയത്തല്ലാതെ സംസാരിക്കുക? എങ്ങനെയാണ് കണക്ഷൻ? രണ്ട് ബോയ്സ് മാത്രമല്ല, ആ സ്കൂളിലുള്ള എല്ലാ പിള്ളേരും ഭയങ്കര എന്താ പറയുക കുസൃതി പിള്ളേരാണ് എല്ലാവരും. ഇവരാണെങ്കിലും ശരി, എല്ലാവരും. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ആ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ഞങ്ങൾ കുറച്ച് പേരല്ലാതെ ബാക്കിയുള്ളവരെല്ലാം അതിൻ്റെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ അടക്കം നാട്ടിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ഇപ്പം നമ്മൾ ഡയലോഗ് തെറ്റിപ്പോയാലും ഇവന്മാർ നമ്മളെ കളിയാക്കും, ഇവന്മാർ നമ്മളെ പുച്ഛിക്കും. എന്നെ ഒരാൾ പുച്ഛിക്കാന്നൊക്കെ പറഞ്ഞ് അറിയിച്ചൊക്കെ. അപ്പം അങ്ങനെ ഉണ്ട്. അപ്പം നല്ല കുട്ടികളാണ്. നമ്മൾ അഭിനയിക്കുമ്പോഴും നമുക്ക് ഭയങ്കരമായിട്ടൊരു ഇവരിത്രയും നന്നായിട്ട് അഭിനയിക്കുമോ, ഇവർക്ക് അവർ അഭിനയിക്കുകയാണെന്ന് അവർക്ക് അറിയില്ല. അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അവർ ചെയ്യാണ്. നമ്മൾ എല്ലാം ഫീഡ് ചെയ്ത് കൊടുത്തിട്ടാണ് അവരുടെ അടുത്ത് നമ്മൾ വാങ്ങിക്കുന്നത്. പക്ഷെ അവർക്ക് അറിയില്ലല്ലോ അവരിങ്ങനെയാണ് അഭിനയിച്ചിരിക്കുന്നതെന്നുള്ളത്. അപ്പം എനിക്കും ഈ സിനിമ ഇറങ്ങുന്നതിന് മുന്നേ ഏറ്റവും ആഗ്രഹം അവർ ഈ സിനിമ കാണുമ്പോൾ എങ്ങനെയായിരിക്കും അവർ ഫീൽ ചെയ്യുന്നത് എന്നുള്ളതായിരുന്നു. അല്ലെങ്കിൽ അവർ ഒരു ആക്ടേഴ്സായിട്ട് വന്ന് നിൽക്കുമ്പോൾ ഇതുപോലെ ഒരുപാട് മീഡിയ ഉണ്ടാവും, ഒരുപാട് ആൾക്കാർ അതെങ്ങനെയാണ് അവർ റിസീവ് ചെയ്യുക എന്നുള്ളത് അറിയാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എനിക്ക് അവർ ഞങ്ങൾ പോയിരിക്കുന്ന എല്ലാ പ്രോഗ്രാംസിനും എനിക്ക് അവരെങ്ങനെ കാണും, ഞാൻ എവിടെ ഇരുന്നാലും ഇവരെ നോക്കും. കാരണം ഇവരതെങ്ങനെയാണ് എൻജോയ് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി അതെനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. ഇതിനകത്ത് ഒരുപാട് ഒരു ഡാൻസ് പെർഫോമൻസ് എങ്ങനെ എളുപ്പമായിരുന്നു അതോ? എളുപ്പമല്ലായിരുന്നു, അതെന്നറിയേണ്ടതല്ല. എളുപ്പമായിരുന്നില്ല. സാറും പിന്നെ നമുക്കൊരു ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടി രണ്ടുപേരും വന്നിട്ടുണ്ടായിരുന്നു. അവരും കൂടെയാണ് ചെയ്തത്. ഒട്ടും എളുപ്പമല്ലായിരുന്നു. പക്ഷെ കാണുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം എളുപ്പമല്ലായിരുന്നു എന്ന് പറഞ്ഞു. ഇവിടെ അല്ല, ഈ സാറിപ്പോ തന്നെ പറഞ്ഞല്ലോ ഈ ആക്ടേഴ്സിനെ പെർഫോം ചെയ്യിക്കുന്ന വിധം, അവരുടെ പെർഫോമൻസ് എടുക്കുന്നത്. അപ്പൊ സാറിന് ഓക്കെ ഷോട്ടൊക്കെ കിട്ടാൻ വേണ്ടി നല്ല പാടാം. ഒരു 17-18 ടേക്കൊക്കെ പോയാലേ ഒരു ഓക്കെ ഷോട്ട് കിട്ടുള്ളൂ. അതിൽ ഏതാണ് ഓക്കെ ആണെന്ന് നമുക്കറിയില്ല. പക്ഷെ എങ്ങനെയാണെങ്കിലും നല്ല പാടാം. അത് ഒന്നാമത് സാറ് കണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഈ സിനിമയിലുള്ള എല്ലാവരും. സാറിന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സാണ്. അപ്പം അവരെങ്ങനെ ഇരിക്കണം എന്നുള്ളത് സാറിന് അറിയാം. അപ്പം നമുക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. അപ്പം അദ്ദേഹത്തിന് എന്താണോ വേണ്ടത് അതിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ അത് ബുദ്ധിമുട്ടായിരുന്നു.